സന്ദീപ് വാര്യരുടെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കാസർഗോഡ് DCCയിൽ കടുത്ത അതൃപ്തി. തൃക്കരിപ്പൂരിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് നിലപാട്. നാളെ അടിയന്തര DCC യോഗം വിളിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തലവേദനയായി മാറിയതാണ് തൃക്കരിപ്പൂർ സീറ്റ് എന്നത്. അത് പിന്നീട് കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റ് പിന്നീട് ഒരു സമവായത്തെ തുടർന്ന് കേരള കോൺഗ്രസിന് കാഞ്ഞങ്ങാട് സീറ്റ് നൽകി കോൺഗ്രസ് തൃക്കരിപ്പൂർ സീറ്റ് വാങ്ങിയെടുക്കുകയായിരുന്നു. അതിനുശേഷം തന്നെ രണ്ട് രീതിയിൽ DCC പ്രസിഡന്റായ PK ഫൈസലും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോമോൻ ജോസും സീറ്റിനായി വാദം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് വലിയൊരു കത്ത് വിവാദമൊക്കെ ഉണ്ടായി. അത് ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഒരാളായിട്ടുള്ള ബാലകൃഷ്ണൻ പെരിയയും ഒരുപക്ഷെ ഈ രീതിയിൽ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഈ രീതിയിൽ സന്ദീപ് വാര്യരുടെ പേര് ഇപ്പോൾ മണ്ഡലത്തിനകത്തേക്ക് കേൾക്കുന്നത്. എന്നാൽ ജില്ലയ്ക്കകത്ത് നിന്ന് മണ്ഡലത്തിനകത്ത് നിന്നുള്ള ഒരു നേതാവ് വേണമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാദമാണ് DCC നേതാക്കളുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. DCC പ്രസിഡന്റിന് പോലും ഈ കാര്യത്തിൽ ഈ തീരുമാനത്തിൽ വലിയ അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നാളെ എന്തായാലും അടിയന്തര DCC യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്.